ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ അലീന. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒരു പുതിയ സ്റ്റോറിയാണേ. ഞാൻ സാബിർ, എൻ്റെ ഉമ്മയുടെ സാബി. ഇപ്പോൾ എനിക്ക് 27 വയസ്സുണ്ട്. എൻ്റെ ഉമ്മ സൈനബ എന്ന സൈനു 45 വയസ്സിൽ എത്തി നിൽക്കുന്ന ഒരു മാദകത്തിടമ്പ്. ഉമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം തടിയും അതിനൊത്ത നീളവും ഉള്ള വെളുത്തു തുടുത്ത ഒരു ഉമ്മച്ചി. പടച്ചോൻ അറിഞ്ഞുകൊടുത്ത് അനുഗ്രഹിച്ച കൊഴുത്ത ശരീരവും തക്കാളി ചുണ്ടും പിന്നഴകും എല്ലാ ഉമ്മയുടെ ആകർഷക ഘടകങ്ങളായിരുന്നു. പക്ഷേ ഞാൻ ഉമ്മയെ മോശം രീതിയിൽ കണ്ടിരുന്നില്ല. ഉപ്പയുടെ കൂടെ ഉമ്മ ജീവിച്ചത് വെറും 5 വർഷമായിരുന്നു. ഉപ്പ മരിക്കുമ്പോൾ എനിക്ക് 4 ഉമ്മയ്ക്ക് 22 വയസ്സ്. ചെറിയ പ്രായമായതുകൊണ്ടും സുന്ദരി ആയതുകൊണ്ടും മറ്റൊരു വിവാഹത്തിന് ഉമ്മയെ എല്ലാവരും നിർബന്ധിച്ചുവെങ്കിലും എനിക്ക് വേണ്ടി ഉമ്മ അതൊക്കെ വേണ്ടെന്ന് വെച്ചു. ഉപ്പ മരിച്ചപ്പോൾ കിട്ടിയ പണമായിരുന്നു ഞങ്ങളുടെ ഏക ജീവിതമാർഗം. ഞാനും ഉമ്മയും ഉപ്പയുടെ ഉമ്മയും കൂടെ ആ വീട്ടിൽ കുറച്ച് കഷ്ടതകളോടെ കഴിഞ്ഞു. 8ാം ക്ലാസ് തോറ്റ ഉമ്മയ്ക്ക് ഒരു ജോലിയും കിട്ടില്ല. കൂലിപ്പണി ചെയ്യാൻ തറവാടിൻ്റെ പേര് സമ്മതിക്കില്ല. എൻ്റെ ഉപ്പയുടെ അനുജനുണ്ട്, ഉമ്മർ. ഞാൻ കൊച്ചാപ്പ എന്ന് വിളിക്കും. സൗന്ദര്യം നോക്കാതെ ഭാര്യയുടെ സമ്പാദ്യം നോക്കി കല്യാണം കഴിച്ചു. അതിലൂടെ സമ്പന്നനായ ആളാണ് കൊച്ചാപ്പ. ടൗണിൽ വലിയ വീടും കുറേ കാറും ഒക്കെ ഉണ്ട്. ഉമ്മുമ്മയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരും. ഞങ്ങളോടൊക്കെ നല്ല സ്നേഹമാണ്, അതുപോലെ കുറച്ചധികം എച്ചിയുമാണ്. ഉപ്പയേക്കാൾ 2 വയസ്സ് കുറവ് മാത്രമേ ഉള്ളൂവെങ്കിലും ഉമ്മയേക്കാൾ 15 വയസ്സ് മൂപ്പുള്ള കൊച്ചാപ്പ ഉമ്മയെ ഇത്ത എന്നാണ് വിളിച്ചിരുന്നത്. ഓർമ്മ വെച്ച കാലം മുതൽ കൊച്ചാപ്പ എനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന, എന്താവശ്യവും നിറവേറ്റുന്ന ആൾ. കൊച്ചാപ്പ വീട്ടിൽ വരുന്ന ദിവസം രാത്രികളിൽ ഉമ്മ എന്നെ ഉറക്കാൻ തിരക്ക് കൂട്ടുന്നതും ഉറക്കമുണരുന്ന രാത്രികളിൽ ഉമ്മയെ കൂടെ കാണാത്തതും എന്താണ് എന്നെനിക്ക് അന്ന് മനസ്സിലായിരുന്നില്ല. 13 വയസ്സ് വരെ ഞാൻ ഉമ്മയുടെ കൂടെയാണ് കിടന്നിരുന്നത്. ആ സമയത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിനുശേഷവും എനിക്ക് അങ്ങനെയുള്ള സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് മരിച്ച് വിധവയായ ഉമ്മ നാട്ടുകാരെ കൊണ്ടോ വീട്ടുകാരെ കൊണ്ടോ മോശം പറയിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി ചെറുപ്രായത്തിൽ തന്നെ വേറെ കല്യാണം കഴിക്കാതെ ത്യാഗിയായ ഉമ്മയോട് കുടുംബക്കാർക്കും നാട്ടുകാർക്കും ബഹുമാനമായിരുന്നു. എനിക്കും ബഹുമാനമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വരെ, എൻ്റെ 21ാമത്തെ വയസ്സ് വരെ. അപ്പോഴായിരുന്നു ഞാൻ ആ കാഴ്ച കാണുന്നത്. അതിനുശേഷമാണ് പഴയ കാര്യങ്ങൾ ഞാൻ ആലോചിച്ചത്, പൊരുത്തക്കേടുകൾ മനസ്സിലാക്കിയത്. എൻ്റെ 20ാം വയസ്സിൽ കൊച്ചാപ്പ എനിക്കൊരു ബൈക്ക് വാങ്ങിത്തന്നു. ഇപ്പോൾ ഞാൻ 21 വയസ്സിലേക്ക് കടക്കുന്നു. കൊച്ചാപ്പയുടെ സഹായമുള്ളത് കൊണ്ട് അല്ലലില്ലാതെ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ വർഷമാണ് ഉമ്മുമ്മ മരിക്കുന്നത്. അതിനുശേഷം കൊച്ചാപ്പ വരുന്നത് വളരെ കുറവായിരുന്നു. മാസാമാസം വേണ്ട ചിലവിൻ്റെ പൈസ കൊച്ചാപ്പ കൃത്യമായി തന്നിരുന്നു. കൊച്ചാപ്പയുടെ ഭാര്യ, എൻ്റെ കൊച്ചുമ്മ, കാണാൻ തരക്കേടില്ലാത്ത ഒരു ചരക്കാണ്. 47 വയസ്സുണ്ടായിരുന്നു. കൊച്ചാപ്പയ്ക്ക് അവരെ ഭയങ്കര പേടിയാണ്. 3 മക്കളുണ്ട്, 2 പെണ്ണും 1 ആണും. മൂത്ത 2 പെൺമക്കൾ 16ഉം 13ഉം വയസ്സ്, ഇളയ മോന് 4 വയസ്സ്. കൊച്ചാപ്പയെ വരച്ച വരയിൽ നിർത്തിക്കാൻ കഴിയുമായിരുന്നു കൊച്ചുമ്മയ്ക്ക്. എനിക്ക് കൊച്ചാപ്പയെ കാണുമ്പോൾ മനസ്സിലെന്നും ഒരു കുറ്റബോധമാണ്. ഒരു വലിയ തെറ്റ് എൻ്റെ കയ്യിൽ നിന്നും സംഭവിച്ചു പോയിരുന്നു 2 കൊല്ലം മുമ്പ്. 2 ആൾക്ക് മാത്രം ഇന്നും അറിയാവുന്ന ആ രഹസ്യം ആദ്യം പറയാം, എന്നിട്ട് ബാക്കി. 18ാം വയസ്സിൽ തന്നെ എനിക്ക് കൊച്ചാപ്പ കാർ ലൈസൻസ് എടുത്ത് തന്നിരുന്നു. അന്ന് എനിക്ക് കോളേജ് ലീവായിരുന്നു. അന്ന് രാവിലെ കൊച്ചാപ്പയുടെ വിളിയാണ് എന്നെ ഉണർത്തിയത്. ഹലോ, ആ സാബി, നീ എഴുന്നേറ്റോ? ഇല്ല കൊച്ചാപ്പ, എഴുന്നേക്കുന്നതേ ഉള്ളൂ. നീ ഒരു ഉപകാരം ചെയ്യുമോ? എന്താ? പിള്ളേർക്ക് 2നും എക്സാമാണ്. മോന് ചെറിയ സുഖമില്ല. നീ കൊച്ചുമ്മയുടെ കൂടെ ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകുമോ? ആ, അതിനെന്താ? ഞാൻ ഇത്രയും സന്തോഷത്തോടെ പറഞ്ഞത് ചുമ്മാ അല്ല. ഇങ്ങനെയൊക്കെ മാത്രമേ കാർ ഓടിക്കാൻ കിട്ടുള്ളൂ, അതാണ്. പിന്നെ വരുമ്പോൾ ചിലപ്പോൾ ഇരുട്ടും, കുറച്ച് ദൂരമാണ്. മോനെ അവിടെയാണ് കാണിക്കുന്നത്. അത് കുഴപ്പമില്ല, കൊച്ചാപ്പ ഉമ്മയോട് പറഞ്ഞാൽ മതി. അത് ഞാൻ പറയാം. എനിക്ക് കുറച്ച് മീറ്റിംഗ് ഒക്കെ ഉണ്ട്. എപ്പോഴാണ് കഴിയുക എന്നറിയില്ല. ഞാൻ പൊയ്ക്കോളാം. എന്നാൽ ശരി, പെട്ടെന്ന് എഴുന്നേറ്റ് വാ.
ശരി. ഞാൻ എഴുന്നേറ്റ് ഉമ്മയോട് കാര്യം പറഞ്ഞു. റെഡിയായി ചായയൊക്കെ കുടിച്ച് കൊച്ചാപ്പയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. 40 മിനിറ്റ് ബൈക്കിൽ സഞ്ചരിച്ച് ഞാൻ അവിടെ എത്തുമ്പോൾ സമയം 12 കഴിഞ്ഞിരുന്നു. എന്നെ കണ്ടതും കൊച്ചുമ്മ പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് വന്നു. ആ, നീ എത്തിയോ? ബൈക്ക് വെച്ചിട്ട് ആ കാർ എടുക്കുന്നാക്കി. എന്താ അജുവിന്? മുമ്പുണ്ടായ ശ്വാസമുട്ടൽ തന്നെ. പെട്ടെന്ന് പോകാം, 2 മണിക്കൂർ ഓട്ടോ ഉണ്ട്. ശരി. ഞാൻ കാറെടുത്ത് ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തുമ്പോഴേക്കും സമയം 3 കഴിഞ്ഞിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ ആ ഡോക്ടറുടെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോഴാണ് വിവരമറിഞ്ഞത്. ഡോക്ടർ ഇന്നുച്ചയ്ക്ക് ലീവാണ്. പുലർച്ചെ 3 മണി മുതൽ ഉണ്ടാകും നാളെ എന്ന്. കൊച്ചാപ്പയെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ കൊച്ചാപ്പ പറഞ്ഞു, ഇനി ഇത്രയും ദൂരം വന്നിട്ട് നോക്കാൻ നിൽക്കേണ്ട, കാണിച്ചിട്ട് വന്നാൽ മതിയെന്ന്. സാബി, എന്താ കൊച്ചുമ്മ? ഇക്ക കാണിച്ചിട്ട് വന്നാൽ മതി എന്നാ പറഞ്ഞത്. അയ്യോ, നമുക്കിവിടെ ഒരു റൂം എടുക്കാം, എന്നിട്ട് രാവിലെ ആദ്യ ടോക്കൺ എടുത്ത് കാണിച്ചിട്ട് തിരിക്കാം. ഞാൻ ഉമ്മയോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇത്ത സമ്മതിക്കും, ഒരു ദിവസമല്ലേ? അങ്ങനെ ഞാനും കൊച്ചുമ്മയും അജുവും ഹോസ്പിറ്റലിനടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു. ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അജു അപ്പോഴേക്കും ഉറങ്ങിയിരുന്നു. സമയം ഏകദേശം 5 കഴിഞ്ഞിരുന്നു. ഞാൻ റൂമിലെ സോഫയിലിരുന്ന് ഫോണിൽ കളിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊച്ചുമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്താ സാബി കാണുന്നേ? ഞാൻ ഗെയിം കളിക്കുകയാണ്. അല്ലാതെ വൃത്തികെട്ട വീഡിയോ ഒന്നും അല്ലല്ലോ? കൊച്ചുമ്മയുടെ ആ ചോദ്യം കേട്ട് ഞാൻ ഒരു നിമിഷം ഞെട്ടി. അല്ല, നീ നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം. നീ എന്നെ ഉമ്മയെപ്പോലെയാണോ കാണുന്നത്? എൻ്റെ ഉമ്മ കഴിഞ്ഞ ആ കൊച്ചുമ്മ അല്ലേ? നിനക്കിപ്പോൾ 18 വയസ്സായില്ലേ? നിനക്കെല്ലാം അറിയാമെന്ന് എനിക്കറിയാം. എന്ത്? നീ ഇങ്ങ് വാ. ഒന്നും മനസ്സിലാവാതെ കൊച്ചുമ്മയുടെ കൂടെ ഞാൻ നടന്നു. കൊച്ചുമ്മ എന്നെയും കൊണ്ട് കട്ടിലിനടുത്തേക്ക് നടന്നു. എന്നിട്ട് എൻ്റെ കയ്യിലെ പിടിവിട്ട് അജുമോനെ സൈഡിൽ കിടത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാബി, നീ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളല്ലേ? നിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. നീ എന്നെ ചെയ്യണം. എന്ത്? നീ പൊട്ടം കളിക്കൊന്നും വേണ്ട. എനിക്ക് നിൻ്റെ കൂടെ ചിലതൊക്കെ വേണം. കൊച്ചുമ്മ, നീ ആലോചിക്ക്. ആരും അറിയില്ല. ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ കിട്ടുക എന്നത് ഭാഗ്യമാണ്. എൻ്റെ പ്രായത്തിൻ്റെ തിളപ്പും ഏതെങ്കിലും പെണ്ണിനെ കിട്ടണമെന്ന ആഗ്രഹവും കൊണ്ട് ഞാൻ എൻ്റെ കൊച്ചാപ്പയെ മറന്നു. നീ ഒന്നും പറഞ്ഞില്ല. കുറച്ച് പ്രായമുണ്ടെങ്കിലും കാണാൻ വലിയ തെറ്റില്ലാത്ത കൊച്ചുമ്മയ്ക്ക് നല്ല വയറൊക്കെയുണ്ട്. എങ്കിൽ വന്ന് കിടക്ക്. ചുവന്ന ബ്ലൗസും സാരിയും കാലിൽ കൊലുസും അണിഞ്ഞ് ആ കട്ടിലിൽ കിടന്ന് കൊച്ചുമ്മ എന്നെ വിളിച്ചു. എല്ലാം മറന്ന് ഞാൻ കൊച്ചുമ്മയുടെ അടുത്ത് പോയി കിടന്നു. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന്. എന്താ വേണ്ടേ? പിന്നെന്താ? അതും പറഞ്ഞ് കൊച്ചുമ്മ എഴുന്നേറ്റ് എന്നെ പിടിച്ച് കട്ടിലിരുത്തി. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നിന്നെ ഞാൻ മോനെ പോലെ കാണേണ്ടതാണ്. പക്ഷേ എനിക്ക് വേറെ വഴിയില്ല. അജു ഉണ്ടായതിൽ പിന്നെ ഇക്ക എന്നെ തൊട്ടിട്ടില്ല. എനിക്കുമില്ല ആഗ്രഹങ്ങൾ. അതിന് നീ അല്ലാതെ സേഫായ വേറെ ആരുമില്ല. അതും പറഞ്ഞ് കൊച്ചുമ്മ എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ ചുണ്ടുകൾ സ്വന്തമാക്കി പരിപാടിയിലേക്ക് കടന്നു. എനിക്കെന്തോ കുളിര് കയറും പോലെയാണ് തോന്നിയത്. കൊച്ചുമ്മയുടെ ശരീരത്തിൽ അത്തറിൻ്റെയും വിയർപ്പിൻ്റെയും മത്ത് പിടിപ്പിക്കുന്ന മണത്തോടെയുള്ള കിസ്സടിയിൽ ഞാനും ആവേശം കൊണ്ടു. എന്നേക്കാൾ 30 വയസ്സ് കൂടുതലുണ്ടെന്ന് പോലും നോക്കാതെ ഞാൻ കൊച്ചുമ്മയുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങി. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഒരു പെണ്ണുമായി എനിക്കെല്ലാം നടന്നു. അതും കൊച്ചാപ്പാൻ്റെ ബീവിയുമായി. എല്ലാം കഴിഞ്ഞ് കിടക്കുകയായിരുന്നു ഞങ്ങളെ കാമലോകത്ത് നിന്നും തിരികെ കൊണ്ടുവന്നത് ആ ശബ്ദമായിരുന്നു. ഉമ്മ ഉറക്കമുണർന്ന് ഞങ്ങളെ നോക്കി കട്ടിലിരിക്കുന്ന അജുമോനായിരുന്നു. ഉമ്മ, ഞങ്ങൾ 2 പേരും ഒരുപോലെ ഞെട്ടി എഴുന്നേറ്റു. കൊച്ചുമ്മ ബെഡ്ഷീറ്റ് എടുത്ത് ചുറ്റി കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചു. മോന് വിശക്കുന്നുണ്ടോ? സാബി, ആ ബാഗിൽ ബിസ്ക്കറ്റ് ഉണ്ട്, അതിങ്ങെടുത്തേ. ഒരു പേടിയും ഭയവും ഇല്ലാതെ കൊച്ചുമ്മ എന്നോട് പറഞ്ഞു. ഞാൻ എടുത്തു കൊടുത്തു. കൊച്ചുമ്മ അജുവിന് ബിസ്ക്കറ്റ് ഓരോന്നായി കൊടുത്തു. കൊച്ചുമ്മ, എന്താ സാബി, ഇവൻ ആരോടെങ്കിലും പറയുമോ? 4 വയസ്സുള്ള കുഞ്ഞല്ലേ, അവനൊരുറക്കം കഴിയുമ്പോൾ മറക്കും. ഞാനൊരു ദീർഘശ്വാസം വിട്ടു. സാബി, സമയം എന്തായി? 9:30.
ഞാനും അപ്പോഴായിരുന്നു സമയം നോക്കിയത്. ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞു ഞാനും കൊച്ചുമ്മയും പരിപാടി തുടങ്ങിയിട്ട്. എൻ്റെ സാബി, എത്ര കാലമായി ഇങ്ങനെ? ആവേശം കെട്ടടങ്ങിയ എൻ്റെ ഉള്ളിൽ കുറ്റബോധം നിഴലിക്കാൻ തുടങ്ങിയിരുന്നു. ഒരു കുറവുമില്ലാതെ ഞങ്ങളെ നോക്കുന്ന കൊച്ചാപ്പയെ ചതിച്ചു എന്ന സങ്കടത്തിൽ ഞാൻ കരയാൻ തുടങ്ങി. എന്താ സാബി, എന്തു പറ്റി? നമ്മൾ ചെയ്തത് തെറ്റല്ലേ? ആര് പറഞ്ഞു തെറ്റാണെന്ന്? അതെ, നമ്മൾ എല്ലാവരെയും ചതിച്ചു. കൊച്ചുമ്മ അജുവിന് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോൻ അവിടെ പോയി കഴിച്ചോ. അജു റൂമിൻ്റെ ഒരു മൂലയ്ക്ക് പോയിരുന്നു. കൊച്ചുമ്മ എന്നെ കെട്ടിപ്പിടിച്ച് തലമുടിയിൽ തലോടി. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ പറ, തെറ്റാണോ? അതെ. അതും പറഞ്ഞ് ഞാൻ കൊച്ചുമ്മയെ തള്ളി മാറ്റി എഴുന്നേറ്റു. എന്താ സാബി? ഇല്ല, ഇനി ഞാൻ ആവർത്തിക്കില്ല. ഞാൻ എൻ്റെ കൊച്ചാപ്പയെ ചതിച്ചു സാബി. പിന്നെ അവിടെ കുറച്ച് സംസാരവും മറ്റുമായി. ഞാൻ എൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. കൊച്ചുമ്മയോട് പിന്നെ ഞാൻ സംസാരിച്ചില്ല. പിറ്റേന്ന് രാവിലെ എല്ലാം കഴിഞ്ഞ് പോകുമ്പോഴും ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറി. ആവശ്യത്തിന് മാത്രം സംസാരിച്ച് ഞങ്ങൾ ഉച്ചയോടെ വീട്ടിലെത്തി. ഞാൻ വണ്ടിയും വെച്ച് എൻ്റെ ബൈക്ക് എടുത്ത് വരാൻ നിന്നപ്പോൾ കൊച്ചുമ്മ വിളിച്ചു, സാബി. എന്താ, നീ കാര്യമായിട്ട് പറയുന്നതാണോ? അതെ, ഇനി ഞാൻ വരില്ല, പഴയ സാബി ആയിരിക്കും. ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാനായിട്ട് നിന്നെ വിളിക്കില്ല. നിനക്ക് എപ്പോഴെങ്കിലും എന്നോട് ആഗ്രഹം തോന്നിയാൽ വരാം. അതും പറഞ്ഞ് കൊച്ചുമ്മ അകത്തേക്ക് പോയി. ഞാൻ വണ്ടി എടുത്ത് വീട്ടിലേക്കും. എൻ്റെ ഉള്ളിൽ നീറുകയായിരുന്നു. കൊച്ചാപ്പ ഇനി എങ്ങനെ നോക്കും? വീടിൻ്റെ മുറ്റത്തേക്ക് വണ്ടി കയറ്റുമ്പോഴുണ്ട് കൊച്ചാപ്പ പുറത്തിറങ്ങി വരുന്നു. ആ, നീ എത്തിയോ? കൊച്ചാപ്പ എപ്പോൾ വന്നു? ഇപ്പോൾ ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയതാണ്. എന്താടാ ഒരു ഉത്സാഹം ഇല്ലാത്തത്? ഏയ്, യാത്രാക്ഷീണം. അതും പറഞ്ഞ് ഞാൻ അകത്തേക്ക് നടന്നു. സാബി, ഞാൻ ഇറങ്ങുക. ഇത്താ, ഞാൻ പോകുന്നു. ഈ സമയം പുറത്ത് ഇത് ഞാൻ കേൾക്കുന്നോ കാണുന്നോ ഇല്ല. ഉമ്മ ഓടി പുറത്തേക്ക് വരുന്നു. എന്നിട്ട് കൊച്ചാപ്പയോട്, അവൻ എന്തിയേ? റൂമിൽ പോയി. ഞാൻ പറഞ്ഞതല്ലേ രാവിലെ പോകാൻ. അതിനവൻ കണ്ടില്ലല്ലോ. കുറച്ച് നേരത്തെ ആണെങ്കിൽ കണ്ടേനെ ഉമ്മയും കൊച്ചാപ്പയും ചെയ്യുന്നതൊക്കെ എന്തായിരുന്നു എന്ന്. ഇന്നലെ വന്നതാണ്, എൻ്റെ നടു ഒടിഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങാം. ഇനി എപ്പോഴാ? അവനില്ലാത്തപ്പോൾ വിളിച്ചിട്ട് വരാം. ശരി. ഉമ്മ അടുക്കളയിലേക്ക് പോയി. ഈ സമയം റൂമിൽ ഞാൻ പൊട്ടിക്കരയുകയായിരുന്നു. കൊച്ചാപ്പയെ ചതിച്ചു എന്ന വേദനയിൽ. ഒരാഴ്ച ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. പിന്നെ പതുക്കെ ഞാൻ എല്ലാം മറന്നു. ഇടയ്ക്കൊക്കെ കൊച്ചുമ്മയെ വിളിച്ച് ഒരു കളി കളിച്ചാലോ എന്ന് വിചാരിക്കും. പക്ഷേ എൻ്റെ മനസാക്ഷി അതിന് അനുവദിച്ചില്ല. അങ്ങനെ 2 വർഷം കഴിഞ്ഞ് ഞാനും കൊച്ചുമ്മയും അന്ന് നടന്ന കാര്യം പിന്നെ ഓർത്തേയില്ല. എല്ലാം പഴയ രീതിയിൽ പോയി. അതിനിടയിൽ ഉമ്മുമ്മ മരിച്ചു. കൊച്ചുപ്പ വരുന്നത് കുറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ കോളേജിലേക്ക് ഇറങ്ങാൻ തയ്യാറായി. ഉമ്മ, ഞാൻ ഇറങ്ങുന്നു, ദാ വരുന്നു. ഉമ്മ, ഞാൻ പറഞ്ഞ പൈസയുണ്ടോ? കൊച്ചാപ്പ കഴിഞ്ഞ മാസം പൈസ തന്നില്ലല്ലോ മോനെ. ഉമ്മയ്ക്ക് ചോദിച്ചൂടെ? എങ്ങനെയാണടാ ചോദിച്ചു വാങ്ങുന്നത്? എന്നാൽ ഞാൻ ഇറങ്ങാം. ഞാൻ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴാണ് ഒരു കറുത്ത മെഴ്സിഡസ് എസ് ക്ലാസ് വണ്ടി പുറത്തേക്ക് വന്നത്. ഞാനും ഉമ്മയും അറിയാത്ത കാറ് കണ്ട് അവിടെ നിന്നു. പെട്ടെന്ന് അതിൽ നിന്നും കൊച്ചാപ്പ ഇറങ്ങി വന്നു. കൊച്ചാപ്പയ്ക്ക് 100 ആയുസ്സാണ്. അതെന്താ സാബി? ഇപ്പോൾ ഞാനും ഉമ്മയും പറഞ്ഞ നാക്കുള്ളിലിട്ടേ ഉള്ളൂ. ആഹാ, കൊള്ളാലോ. ഇതേതാ വണ്ടി? പുതിയതാണ്, 2 ദിവസമായേ ഉള്ളൂ. എത്രയായി? 2.5 കോടി. എൻ്റെ അമ്മോ, എന്താടാ, രാജാവാണ്. എന്താ സുഖം യാത്ര ചെയ്യാൻ. ഇപ്പോൾ സമയമില്ല, കോളേജിൽ പോകാൻ ലേറ്റ് ആവും. ഞാൻ പോകുന്നു. ഞാനും ഇറങ്ങുക. ഇത്തയുടെ ഒരു ചായ കുടിച്ചിട്ട്. ആ ശരി. അല്ല, നീ ബൈക്ക് എടുക്കുന്നില്ലേ? ഇല്ല, കൂട്ടുകാരൻ കവലയിൽ വരും. ആ ശരി. ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നു. അവനെ വിളിക്കാൻ ഫോൺ എടുക്കാൻ തപ്പിയപ്പോഴാണ് അത് മറന്നതറിഞ്ഞത്. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. അപ്പോൾ ഉമ്മയും കൊച്ചാപ്പയും അകത്തേക്ക് കയറി പോവുകയായിരുന്നു. ഞാൻ കയറി ചെന്നപ്പോൾ ഹാളിൽ ആരെയും കണ്ടില്ല. ഉമ്മ ചായ കൊടുക്കുകയാകുമെന്ന് കരുതി ഞാൻ റൂമിൽ പോയി ഫോൺ എടുത്ത് തിരിച്ചിറങ്ങാൻ നോക്കുമ്പോഴാണ് പുറത്തേക്കുള്ള വാതിൽ അടച്ചിട്ട് കണ്ടത്. ഇനി കൊച്ചാപ്പ പോയോ? ഇല്ല, കാറ് പുറത്തുണ്ടല്ലോ. അപ്പോഴാണ് ഉമ്മയുടെ റൂമിൽ നിന്നും ഞാൻ ആ ശബ്ദം കേട്ടത്.
ചാർന്നു വെച്ച വാതിലിൽ കൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. കട്ടിലിൽ ചാരിയിരിക്കുന്ന ഉമ്മയുടെ മടിയിൽ തലവെച്ച് കൊച്ചാപ്പ കിടക്കുന്നു. ഉമ്മ നെറുകയിൽ മുത്തം കൊടുക്കുന്നു. ഞാൻ പെട്ടെന്ന് ഫോൺ സൈലൻ്റാക്കി കൂട്ടുകാരനൊരു മെസ്സേജ് അയച്ചു. എന്നിട്ട് അവരുടെ സംസാരം ശ്രദ്ധിച്ചു. ഇക്കയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ 9 മണി കഴിയാതെ വരരുതെന്ന്? അതിനെന്താ, അവന് സംശയമൊന്നുമില്ലല്ലോ. അത് നമ്മളെ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ. എത്ര കൊല്ലമായി നമ്മളിങ്ങനെ, 10 വർഷമായില്ലേ. അതൊക്കെ ശരിയാണ്. ഇപ്പോൾ അവൻ ചെറിയ കുട്ടിയൊന്നുമല്ല, എല്ലാം അറിയുന്ന കുട്ടിയാണ്. ആരും അറിയില്ലിത്ത. കഴിഞ്ഞ മാസം വന്നിട്ട് പിന്നെ കണ്ടില്ലല്ലോ. തിരക്കല്ലേ? ഇപ്പോൾ പഴയ സ്നേഹമൊന്നുമില്ല. കഴിഞ്ഞ തവണ നല്ലോണം കുടിച്ചിരുന്നു. സോറി, അതല്ലേ ഇന്ന് പച്ചയ്ക്ക് വന്നത്. അല്ലെങ്കിൽ ആഴ്ചയിൽ 1 വട്ടം വരുന്നതാണ്. ഇപ്പോൾ അത് മാസത്തിലായി. വീട്ടിൽ സുഖിപ്പിക്കാൻ ഓളുണ്ടല്ലോ. ഓള് അജുവിനെ പ്രസവിച്ച പിന്നെ ഞാൻ അവളെ തൊട്ടിട്ടില്ല. എത്ര ചെയ്താലും അവൾക്കൊന്നും ആവില്ല. അതിനുള്ള സ്റ്റാമിനയൊന്നും ഇപ്പോൾ എനിക്കില്ല. വല്ലവൻ്റെയും കൂടെ പോകണ്ട. അതൊന്നും പോവില്ല. എന്നെ വിടാതെ പിടിച്ചിരിക്കുകയാണ്. കുറച്ചു കാലം മുന്നേക്ക് പോയിരുന്നേ ഇത്തയെ ഞാൻ കെട്ടിയേനെ. ഇക്കയുടെ പൂതി കൊള്ളാം. എനിക്ക് ഇങ്ങനെയൊക്കെ മതി. വാ നോക്കിയാലോ, പെട്ടെന്ന് പോകണം. ഇതാണ് എനിക്കിഷ്ടമല്ലാത്തത്. ഇത്ത വാ. അതും പറഞ്ഞ് കൊച്ചാപ്പ ഉമ്മയുമായി ബന്ധപ്പെടാൻ തുടങ്ങി. ആദ്യമായിട്ടായിരുന്നു ഞാൻ ഉമ്മയെ അങ്ങനെ കാണുന്നത്. നിൻ്റെ ഉമ്മ ആണ്, പോയി പ്രതികരിക്ക് എന്നെൻ്റെ മനസ്സ് പറഞ്ഞുവെങ്കിലും ആ സുന്ദരമായ കാഴ്ച എന്നെ അതിനനുവദിച്ചില്ല. ഉമ്മയെ അങ്ങനെ കണ്ടപ്പോൾ ദേഷ്യത്തോടൊപ്പം കാമവും എന്നിലേക്ക് ഇരച്ച് കയറുകയായിരുന്നു. ഉമ്മയും കൊച്ചാപ്പയും കെട്ടിപ്പുണർന്നുകൊണ്ട് റൊമാൻസ് തുടങ്ങുന്നു. 10 മിനിറ്റോളം അവർ സ്വർഗലോകത്തിലേക്ക് യാത്രയായിരുന്നു. പെട്ടെന്നാണ് കൊച്ചാപ്പയുടെ ഫോൺ ബെല്ലടിച്ചത്. ഹലോ ജമീല, നിങ്ങൾ എവിടെയാ? ഞാനൊരു ഫ്രണ്ടിൻ്റെ കൂടെയാണ്. അടുത്താണോ? 1/2 മണിക്കൂർ ദൂരം. എന്നാൽ പെട്ടെന്ന് വാ, അജുവിന് വീണ്ടും സുഖമില്ല. ശരി, ഞാൻ വരാം. കൊച്ചാപ്പ ഫോൺ വെച്ച് ഉമ്മയെ നോക്കി. ആരാ? എൻ്റെ കിട്ടിയോൾ. എന്താ കാര്യം? അജുവിന് സുഖമില്ല, പെട്ടെന്ന് പോകാൻ. ആണോ? ഉമ്മയുടെ മുഖത്ത് ഒരു നിരാശ വന്നത് ഞാൻ കണ്ടു. ഇനി എപ്പോഴാ? ഞാൻ വിളിക്കാം. എന്നെ മടുത്തു തുടങ്ങിയോ? എൻ്റെ ഇത്തയെ എനിക്ക് മടുക്കുവോ? ഇക്ക, പൈസയുണ്ടോ? അത് മറന്നു. കൊച്ചാപ്പ കുറച്ച് പണം ഉമ്മയ്ക്ക് കൊടുത്തു. ഉമ്മ വെള്ള ഒരു കോട്ട് പോലെയുള്ള ടവൽ ചുറ്റി. ആ സമയം ഞാൻ അവിടെ നിന്നും മാറി എൻ്റെ റൂമിൽ പോയി ഒളിച്ചു നിന്നു. ഉമ്മ വാതിൽ തുറന്ന് കൊച്ചാപ്പയെ യാത്രയാക്കി. ആ സമയം ഞാൻ ഹാളിലേക്ക് നടന്നു. വാതിലടച്ച് എന്നെ കണ്ട ഉമ്മ പെട്ടെന്ന് ഞെട്ടി. ദേഷ്യവും ഒപ്പം കാമവും കൂടി ഞാൻ ഉമ്മയെ നോക്കി. സാബി, വിളിക്കരുതെന്നെ. മോനെ, അത് ഞാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്കെങ്ങനെ? ഞാൻ പറയുന്നത് കേട്ട് ഉമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി. ആ സമയം ഞാൻ ഉമ്മയുടെ ശരീരമായിരുന്നു ശ്രദ്ധിച്ചത്. എനിക്കെൻ്റെ സമനില തെറ്റും പോലെ തോന്നി. ഞാൻ ദേഷ്യത്തോട് ഉമ്മയെ പിടിച്ചു വലിച്ച് റൂമിലേക്ക് നടന്നു. ഉമ്മയോടുള്ള ദേഷ്യം എന്നെ ഒരു മൃഗമാക്കിയിരുന്നു. സാബി, വേണ്ട. മിണ്ടാതിരി വേശ്യേ. മോനെ, ഞാൻ നിൻ്റെ ഉമ്മ ആണ്. അത് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ. ഞാൻ എല്ലാം തല്ലിപ്പൊളിക്കാൻ തുടങ്ങി. കുറേ നേരം കഴിഞ്ഞ് എൻ്റെ ദേഷ്യം തണുത്തു. ഇനി ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. ഉമ്മ, നീ എന്താ വിളിച്ചേ? വേശ്യ എന്നല്ലേ? നന്നായി. സോറി ഉമ്മ, ആ ദേഷ്യത്തിൽ. എങ്കിൽ ഇതുകൂടെ കേട്ടോ, എല്ലാം നീ കാരണമാണ്. നിനക്ക് വേണ്ടിയാണ്. എനിക്കോ? അതെ, നിനക്ക് വേണ്ടി തന്നെ. ഉമ്മ പെട്ടെന്ന് തണുത്തു. എന്നിട്ട് നിസ്സഹായമായി എന്നെ നോക്കി. എന്നാലും സാബി, നീ എന്നെ... ഉമ്മ, ഞാൻ ഉമ്മയെ അങ്ങനെ കണ്ടപ്പോൾ നിനക്കറിയോ? എന്നിട്ട് നീ പറ, ഞാൻ തെറ്റുകാരിയാണോ എന്ന്. ഉമ്മ ആ കാര്യം എന്നോട് പറഞ്ഞു തുടങ്ങി. അപ്പോൾ എങ്ങനെയുണ്ട് ഈ സ്റ്റോറി? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇതിന് ഒരു സെക്കൻഡ് പാർട്ട് കൂടിയുണ്ട്. ഞാനത് ഉടനെ അപ്ലോഡ് ചെയ്തേക്കാം. ഫസ്റ്റ് പാർട്ടിൻ്റെ അഭിപ്രായം എല്ലാവരും പറയണേ. വിത്ത് ലവ്, അലീന.